കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടി വിയിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരായ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മ 1858 ലൂർദിൽ നടത്തിയ വലിയ ഇടപെടലുകളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത്. ഒരു സാധാരണ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്ന ദരിദ്രയായ അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത ഒരു സാധാരണ പെൺകുട്ടിയെ തൻ്റെ വലിയ ദൗത്യത്തിനു വേണ്ടി പരിശുദ്ധയമ്മ തിരഞ്ഞെടുത്തതും ഈ പെൺകുട്ടിയിലൂടെ ഈ ലോകത്ത് വലിയ വിശ്വാസ സത്യമായ താൻ അമലോത്ഭവയാണ് എന്ന സത്യം പോലും വെളിപ്പെടുത്തി പരിശുദ്ധയമ്മയുടെ വലിയ സാന്നിധ്യം ഈ ലോകത്ത് ഇന്നും ഉണ്ട് എന്ന തിരിച്ചറിവ് പകർന്നു തന്ന, ലോകം ഇന്ന് നെഞ്ചിലേറ്റിയിരിക്കുന്ന ലൂർദിൽ പരിശുദ്ധയമ്മയുടെ എത്ര വലിയ ഇടപെടലുകളാണ് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും നാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ കാണുകയുണ്ടായി. പരിശുദ്ധയമ്മ തൻ്റെ ഈ പ്രത്യേക ദൗത്യത്തിനു വേണ്ടി തിരഞ്ഞെടുത്ത ഈ പെൺകുട്ടിക്ക് തൻ്റെ പരിശുദ്ധയമ്മയുടെ ദർശനങ്ങൾക്ക് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് ഈ എപ്പിസോഡിൽ നാം ഒന്ന് കാണുവാൻ പരിശ്രമിക്കുകയാണ്. ലൂർദിലെ സംഭവ വികാസങ്ങൾക്ക് അനുദിനം വാർത്താ പ്രാധാന്യം ഏറിക്കൊണ്ടിരുന്നു. ഒക്ടോബർ 5 ഫ്രാൻസ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഗ്രോട്ടോ വീണ്ടും പൊതുജനത്തിനായി തുറന്നു. 1860 ഫെബ്രുവരി 5 ആദ്യമായി രൂപതാ മെത്രാൻ ലൗറൻസ് ബെർണദീത്തയുമായി സംസാരിച്ചു. മെത്രാൻ കച്ചേരിയിൽ നിന്ന് സംഭവങ്ങളെ വിലയിരുത്താനും പഠിക്കാനും സംഘത്തെ നിയോഗിച്ചു. നീണ്ട പഠനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും ശേഷം താർബസിലെ മെത്രാൻ 1862 ജനുവരി 18 2 കൽപ്പനകൾ ഉൾപ്പെട്ട ഒരു സർക്കുലർ പുറപ്പെടുവിച്ചു. അവ ഇപ്രകാരമായിരുന്നു: അമലോത്ഭവയായ കന്യകാമറിയം ലൂർദിലെ ബെർണദീത്ത സുബേരിയസിന് മാസിബില്ലയിലെ ഗ്രോട്ടോയിൽ 1858 ഫെബ്രുവരി 11 മുതൽ 18 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടുവെന്ന് ഞങ്ങൾ സ്ഥിരീകരിച്ച് പ്രഖ്യാപിക്കുന്നു. ഈ പ്രത്യക്ഷപ്പെടലുകൾ യഥാർത്ഥത്തിൽ സംഭവിച്ചതായതുകൊണ്ട് വിശ്വാസികൾക്ക് അത് പൂർണ്ണമായും വിശ്വസിക്കാവുന്നതാണ്. പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് മാതാവ് പല പ്രാവശ്യം പ്രകടിപ്പിച്ച ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് ഒരു തീർത്ഥാടന കേന്ദ്രം ഗ്രോട്ടോയോട് ചേർന്ന സ്ഥലത്ത് പണിയുന്നതാണ്. അതിന്റെ ഉടമസ്ഥാവകാശം ടാർബസിലെ മിത്രാനായിരിക്കും. ലൂർദിൽ വരുന്ന തീർത്ഥാടകർ ബെർണദീത്തിയെ കാണാനും സംസാരിക്കാനും ഉത്സുകരായിരുന്നു. പണം നൽകി പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചവരെ അവൾ ഒഴിവാക്കി. തന്റെ ദൈവിക അനുഭവത്തിന് വിലയിടാൻ അവൾ തയ്യാറായിരുന്നില്ല. അതേസമയം ബെർണദീത്തിയെ നുണച്ചിയെന്നും ദൈവദൂഷകിയെന്നും പിശാചുബാധിതയെന്നും പറഞ്ഞ് കളിയാക്കുന്നവരും ഏറെയായിരുന്നു. താൻ എടുക്കുന്ന നല്ല തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള നിശ്ചയദാർഢ്യം വിശുദ്ധിയിലേക്കുള്ള വഴിയിൽ അവൾക്ക് വഴികാട്ടിയായി നിലകൊണ്ടു. സഹോദരങ്ങളെ, 1862 ലൂർദ് സഭ അംഗീകരിച്ചതിന് 1-2 മാസങ്ങൾക്ക് ശേഷം, അതായത് മാർച്ച് മാസത്തിൽ ബെർണദീത്ത
മാരകമായ രോഗത്തിന് അടിപ്പെടുകയാണ്. അവൾ മാരകമായ രോഗത്തിന് അടിമപ്പെട്ടു. അവൾ മരിച്ചു പോകുന്ന ഒരു സാഹചര്യമെത്തി. അത്യാസന്ന നിലയിൽ അവൾ കഴിയുകയാണ്. ഈ സമയത്ത് അവൾക്ക് ഇനി മുന്നോട്ടൊരു ജീവിതം ഉണ്ടാവുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവൾക്ക് രോഗീലേപനം നൽകുകയാണ്. ഇപ്രകാരം രോഗീലേപനം സ്വീകരിച്ച് കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ അത്ഭുതകരമായി ബെർണഡീത്ത സൗഖ്യം പ്രാപിച്ചു. ബെർണഡീത്ത രോഗിയായ സമയത്ത് നാട് മുഴുവനും അവൾ രോഗിയാണ് എന്ന് വാർത്ത പ്രചരിച്ചു. അനേകര് ഇനി ഇവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് മനസ്സിലാക്കി. അത്രമാത്രം അത്യാസന്ന നിലയിലായിരുന്നു ബെർണഡീത്ത. എന്നാൽ രോഗീലേപനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ബെർണഡീത്തയിലുണ്ടായ മാറ്റം ആ സമൂഹത്തെ മുഴുവനും അമ്പരപ്പിച്ചു. അത്ഭുതകരമായ രോഗശാന്തി അവൾ സ്വീകരിച്ചത് ലൂർദിലെ മറ്റൊരു അത്ഭുതമായി ജനങ്ങൾ വിശ്വസിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ബെർണഡീത്തായുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന വലിയൊരു അനുഭവം ഇതാണ്. ബെർണഡീത്തായുടെ ജീവിതത്തിൽ അവൾ 4 പ്രാവശ്യം രോഗീലേപനം സ്വീകരിച്ചു. ഓരോ രോഗീലേപനം സ്വീകരിച്ചതിന് ശേഷവും അവളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതകരമായ രോഗസൗഖ്യം അവൾ അനുഭവിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് രോഗീലേപനം എന്ന കൂദാശയുടെ പ്രത്യേകതയാണ്. ഇന്ന് പലപ്പോഴും രോഗീലേപനം എന്ന കൂദാശ സ്വീകരിക്കുവാൻ പലരും മടിക്കുന്നതായി കാണുന്നുണ്ട്. കാരണം ഇന്നും പലരുടെയും മനസ്സിലിരിക്കുന്ന ഒരു ചിന്ത, രോഗീലേപനം എന്ന് പറയുന്നത് മരണത്തിന് തൊട്ട് മുൻപ് ലഭിക്കുന്ന കൂദാശയാണ്. ഇത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ താൻ മരിക്കാൻ പോവുകയാണ് എന്ന ഒരു തെറ്റിദ്ധാരണ ഇന്ന് പലരുടെയും ജീവിതത്തിലുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, രോഗീലേപനം എന്ന കൂദാശ രോഗികൾക്ക് നൽകുന്ന കൂദാശയാണെന്നും ഇന്ന് രോഗീലേപനം സ്വീകരിച്ചതിന് ശേഷം പലരും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇതാണ് ബെർണഡീത്തയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. അവളും എപ്പോഴൊക്കെ രോഗീലേപനം സ്വീകരിച്ചോ അതിനുശേഷം അത്ഭുതകരമായൊരു രോഗശാന്തി അനുഭവിക്കുന്നതായി ഈ മകളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ആയതിനാൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലൊക്കെ രോഗികളായി കഴിയുന്ന സഹോദരങ്ങൾക്ക് രോഗീലേപനം നൽകുവാൻ വൈദികരെ നമ്മൾ വിളിക്കണം. രോഗീലേപനം കൂടെ സ്വീകരിക്കാവുന്ന കൂദാശയായതിനാൽ എപ്പോഴൊക്കെ ഒരു രോഗിക്ക് ഇത് ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ രോഗീലേപനം എന്ന കൂദാശയെ ഭയമില്ലാതെ സ്വീകരിക്കുവാൻ കൂടെയുള്ള ബന്ധുമിത്രാദികൾ രോഗികളെ സഹായിക്കണം. ഈ പരിശുദ്ധ അമ്മ ലോകത്ത് പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള ചില പ്രത്യേകമായ വെളിപ്പെടുത്തലുകൾ നൽകിയപ്പോൾ പരിശുദ്ധ അമ്മ നൽകിയ നിർണായകമായൊരു സന്ദേശമാണ് രോഗീലേപനം ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടുന്നതിന് വേണ്ടി അനേകർ പരിശ്രമിക്കുമെന്നും രോഗികൾ രോഗീലേപനം എന്ന കൂദാശ സ്വീകരിക്കാതെ മരണപ്പെട്ടു പോകുന്ന അപകടകരമായ സാഹചര്യങ്ങൾ ഈ കാലത്തുണ്ടാകുമെന്നും പരിശുദ്ധ അമ്മ പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ലൂർദിൽ ബെർണഡീത്തായുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന അത്ഭുതകരമായ ഒരു തിരിച്ചുവരവ് രോഗീലേപനം എന്ന കൂദാശയിലൂടെ നാം നടത്തുമ്പോൾ ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ രോഗികളായി കഴിയുന്ന സഹോദരങ്ങൾക്ക് രോഗീലേപനം നൽകുവാൻ നമ്മൾ ഉപേക്ഷ വിചാരിക്കരുത്. ഒരു വൈദികനെ പോയി കണ്ടുപിടിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ ചില വൈദികർ കൊറോണയൊക്കെ ആയതുകൊണ്ട് വരുവാൻ വിസമ്മതിച്ചാൽ തന്നെയും പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ആ പരിശ്രമത്തിൽ നിന്ന് പിന്മാറരുത്. രോഗീലേപനം സ്വീകരിക്കുവാൻ നൽകുവാൻ ഒരുപക്ഷെ ദൈവം നിയോഗിച്ചിരിക്കുന്ന വൈദികർ അടുത്ത് മറ്റെവിടെയെങ്കിലേക്ക് ഉണ്ടാകും. കണ്ടുപിടിക്കണം, കൂട്ടിക്കൊണ്ടുവരണം. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ രോഗീലേപനം എന്ന ഈ ശുശ്രൂഷ, ഈ കൂദാശയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. 1862 ബെർണഡീത്ത സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നെവേഴ്സിലെ
സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിൽ നോവിഷ്യേറ്റ് ആരംഭിക്കുന്നതിന് വേണ്ടി പോകുവാൻ 4 യുവതികൾ തീരുമാനിച്ചു. ഈ യുവതികൾ ബെർണീറ്റായെ കാണുവാനായിട്ട് വരികയാണ്. അവളെ വന്ന് ഗുഡ് ബൈ പറഞ്ഞ് സൗഹൃദമൊക്കെ പുതുക്കി പോകുവാനായിട്ട് ഈ 4 നോവിഷ്യേറ്റിലേക്ക് പോകുവാനുള്ള യുവതികൾ വന്ന് ബെർണീറ്റയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ട് ഇരുന്നപ്പോൾ ബെർണീറ്റ ഇപ്രകാരം പറഞ്ഞു: ഞാനും ഒരു കന്യാസ്ത്രീ ആകേണ്ടവളാണ് എന്നെനിക്കറിയാം. എന്നാൽ ഏത് മഠത്തിലാണ് ഞാൻ ചേരേണ്ടത് എന്ന് പരിശുദ്ധ അമ്മ ഇനിയും എന്നോട് പറയാത്തതിനാൽ ഞാൻ കാത്തിരിക്കുകയാണ് എന്ന്. ഒരു കന്യാസ്ത്രീ ആകണം എന്ന ഒരു ആഗ്രഹം ബെർണീറ്റായുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധ അമ്മയിൽ നിന്ന് ഒരു നിർദ്ദേശം ലഭിക്കുന്നതിന് വേണ്ടി അവൾ കാത്തിരുന്നു കൊണ്ടേയിരുന്നു. യൗവനത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരുന്ന ബെർണദീത്തയിൽ പതുക്കെ ലൂർദിൽ നിന്നും അകന്നു ജീവിക്കാനുള്ള ആഗ്രഹം ഉടലെടുത്തു. രോഗി ശുശ്രൂഷയിൽ അനുഭവിച്ച സന്തോഷം തന്റെ ഭാവി ഒരു സമർപ്പിത ജീവിതമാണെന്ന ഉറച്ച തീരുമാനത്തിൽ അവളെ എത്തിച്ചു. 1866 ജൂലൈ 3 ബെർണദീത്ത ഒരിക്കൽ കൂടി ഗ്രോട്ടോയിലെത്തി. ഗ്രോട്ടോയിലേക്കുള്ള തന്റെ അവസാന യാത്രയിൽ അവൾ പരിശുദ്ധയമ്മയുടെ അഭൗമിക സൗന്ദര്യവും ആത്മാക്കളെ പ്രതിയുള്ള അമ്മയുടെ വ്യാകുലവും ധ്യാനിച്ച് തനിക്ക് അഭേദ്യ ബന്ധമുള്ള ആ സ്ഥലത്തോട് യാത്ര പറഞ്ഞു. സന്യാസ ജീവിതത്തിലേക്കുള്ള ദൈവവിളിക്ക് മറുപടിയായി ഫ്രാൻസിന്റെ വടക്കുഭാഗത്തുള്ള നിവറിലേക്ക് അവൾ യാത്രയായി. ജൂലൈ 7 അവൾ മഠത്തിൽ പ്രവേശിച്ച് ലോകബന്ധങ്ങളോടും പ്രശസ്തിയോടും പലവിധ ചോദ്യങ്ങളോടും സംശയങ്ങളോടും എന്നേക്കുമായി അകലം പാലിച്ചു. 1866 ജൂലൈ 29 അവൾ സന്യാസവസ്ത്രം സ്വീകരിച്ചു. ആസ്മ, ക്ഷയം എന്നീ രോഗങ്ങളിലൂടെയും മറ്റ് നിരവധി വേദനകളിലൂടെയും ഒരു സഹനയാത്രയായിരുന്ന തന്റെ ജീവിതം ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഒരു പ്രാർത്ഥനാ ബലിയായി അവൾ സമർപ്പിച്ചു. ഇവളെ എപ്രകാരം പരിശീലിപ്പിക്കണമെന്ന് നോവിസ് മിസ്ട്രസിന് ചില ആകുലതകളുണ്ടായി. എങ്കിലും നോവിസ് മിസ്ട്രസ് ഇപ്രകാരം തീരുമാനിക്കുകയാണ്: ഇവൾക്ക് പ്രത്യേക പരിഗണനയൊന്നും ഞാൻ കൊടുക്കാൻ പോകുന്നില്ല. മറ്റെല്ലാ നോവിസസിനെയും പോലെ തന്നെ ഇവളെയും ഞാൻ പരിശീലിപ്പിക്കും, ശുശ്രൂഷിക്കും. ഇനി ഒന്നും കൂടെ നോവിസ് മിസ്ട്രസ് തീരുമാനിച്ചു: മറ്റു കുട്ടികൾക്ക് ശിക്ഷണം നൽകുമ്പോൾ ഇവൾക്ക് അതിൻ്റെ ഇരട്ടിയായി ഞാൻ ശിക്ഷണത്തിലൂടെ ഇവളെ വളർത്തും. കാരണം ഇവളെ ഇപ്രകാരം ഇപ്പോൾ വളർത്തിയില്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ വിത്ത് ഇവളിൽ മുളയെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ പരിശീലനത്തിലും ശിക്ഷണത്തിലൂടെ ഈ മകൾ പരിശീലിപ്പിക്കപ്പെടണം. എങ്കിൽ മാത്രമേ എളിമയുടെ തലത്തിലേക്ക് ഇവൾക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബെർണദീത്തയെ നോവിഷ്യേറ്റ് പരിശീലനത്തിൽ നോവിസ് മിസ്റ്റർ സഹായിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നോവിഷ്യേറ്റ് കാലത്ത് ബെർണദീത്തയ്ക്ക് പല രീതിയിലും സഹിക്കേണ്ടി വന്നു. കാരണം ബെർണദീത്ത നോവിഷ്യേറ്റിൽ കയറിയ ഉടനെ തന്നെ ഈ മകൾ ഇവിടെയുണ്ട് എന്നറിഞ്ഞ് അനേകർ ഈ കോൺവെൻറ്റിലേക്ക് വരുവാൻ തുടങ്ങി. അനേകർ വന്ന് ഇവളെ സന്ദർശിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഇവളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ തിന്മ അഹങ്കാരമായി കടന്നു വരുവാനുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ആരോ ആണ് എന്ന ഒരു ചിന്ത ഇവളെ കടന്നു വരുവാനുള്ള സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നോവിസ് മിസ്ട്രസ് അവിടെ ഇടപെടുകയാണ്. ഒന്നിനും കൊള്ളാത്തവൾ എന്ന് മുദ്രകുത്തി നോവിഷ്യേറ്റ് കാലം മുഴുവനും ബെർണദീത്ത കടന്നു പോകേണ്ടി വന്നു. അഹങ്കാരത്തിൻ്റെ വിത്ത് അവളിൽ മുളയെടുക്കാൻ അനുവദിക്കാത്ത രീതിയിൽ നോവിസ് മിസ്ട്രസ് അവളെ പരിശീലിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇപ്രകാരം പ്രിയമുള്ള സഹോദരങ്ങളെ, അവളുടെ നോവിഷ്യേറ്റ് മുന്നോട്ട് പോയി. ജൂലൈ മാസം 29 ബെർണദീത്ത സഭാവസ്ത്രം സ്വീകരിക്കുകയാണ്. പിന്നീട് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒക്ടോബർ മാസം 25 ആയപ്പോഴേക്കും ബെർണദീത്ത വീണ്ടും രോഗിയായി മാറുന്നു. ബെർണദീത്തയുടെ രോഗം മൂർച്ഛിച്ച്
അപകട സാഹചര്യത്തിലെത്തി, അത്യാസന്ന നിലയിലായി. ഇനി ഈ നോവിസിനൊരു തിരിച്ചുവരവില്ല എന്ന ഒരു സാഹചര്യം വന്നപ്പോൾ നോവിസ് മിസ്ട്രസ് സ്ഥലത്തെ മെത്രാനെ വിളിച്ച് കാര്യം പറഞ്ഞു. മെത്രാൻ വന്നു അവൾക്ക് വീണ്ടും രോഗീലേപനം നൽകി. ഇപ്രകാരം രോഗീലേപനം അവൾ സ്വീകരിച്ചു. അവൾ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സമയമായി എന്ന് അവരൊക്കെ തിരിച്ചറിഞ്ഞു. ഉടനെ തന്നെ നോവിഷ്യേറ്റ് കാലം പൂർത്തിയാക്കിയിട്ടില്ല. എന്നാൽ തൻ്റെ വ്രതവാഗ്ദാനം നടത്തിയിട്ട് മരിക്കണമെന്നുള്ള ആഗ്രഹം ബെർണഡിത്തായ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് സ്ഥലത്തെ മെത്രാൻ്റെ അനുവാദത്തോടു കൂടി നോവിഷ്യേറ്റ് കാലം പൂർത്തിയാക്കിയില്ലെങ്കിലും വ്രതമെടുക്കുവാൻ അവൾക്ക് അനുവാദം ലഭിക്കുകയാണ്. ഇപ്രകാരം അവൾ വ്രതമെടുത്ത് തൻ്റെ ദാരിദ്ര്യം, അനുസരണം, ബ്രഹ്മചര്യം എന്ന വ്രതമെടുത്ത് തന്നെ പൂർണ്ണമായി യേശുക്രിസ്തുവിനോടും ഒരു മണവാട്ടിയായി അവൾ സമർപ്പിച്ചു. ഈ സമർപ്പണത്തിന് ശേഷം അധികം താമസിയാതെ തന്നെ വീണ്ടും ബെർണഡിത്ത സൗഖ്യപ്പെടുകയാണ്. അവളൊരു പൂർണ്ണമായ ഒരു ആരോഗ്യം അവൾ വീണ്ടെടുത്തു. വീണ്ടും അവൾ സൗഖ്യപ്പെട്ട് സാധാരണ നിലയിലേക്ക് എത്തപ്പെടുന്ന ഒരു ദൈവിക ഇടപെടൽ അവളുടെ ജീവിതത്തിൽ വീണ്ടും കാണുവാൻ തുടങ്ങി. അപ്പോൾ അവൾ വീണ്ടും തൻ്റെ നോവിഷ്യേറ്റ് പരിശീലനത്തിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്രകാരം അവൾ നോവിഷ്യേറ്റ് പരിശീലനം തുടർന്നുകൊണ്ടിരുന്നപ്പോൾ നോവിസ് മിസ്ട്രസ് വീണ്ടും പരുഷമായി തന്നെ ഇവളോട് പെരുമാറുവാനായിട്ട് തുടങ്ങി. പല രീതിയിലും കഠിനമായ പരിശീലനത്തിലൂടെ ബെർണഡിത്ത കടന്നു പോകേണ്ടി വന്നു. ഇപ്രകാരം കടന്നുപോയ സമയത്ത് ബെർണഡിത്തായുടെ ആരോ ഇപ്രകാരം ചോദിച്ചു, ഈ നോവിസ് മിസ്ട്രസിലൂടെ നിനക്ക് ലഭിക്കുന്ന ഈ ശിക്ഷണങ്ങളും പരിശീലനമൊക്കെ താങ്ങുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോൾ ബെർണഡിത്ത പറഞ്ഞത് ഇപ്രകാരമാണ്, എൻ്റെ നോവിസ് മിസ്ട്രസ് എല്ലാം ശരിയായി തന്നെയാണ് ചെയ്യുന്നത്. മിസ്ട്രസിൽ ഒരു തെറ്റില്ല. കാരണം ഞാനൊരു വലിയ അഹങ്കാരിയാണ്. എൻ്റെ അഹങ്കാരമെന്ന തിന്മയെ തകർക്കുന്നതിന് വേണ്ടി, എന്നെ എളിമപ്പെടുത്തുന്നതിന് വേണ്ടിയാ എൻ്റെ മിസ്ട്രസ് ഇപ്രകാരമൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ മിസ്ട്രസിൽ ഒരു തെറ്റുമില്ല, ഞാൻ ഇനിയും എളിമപ്പെടേണ്ടിയിരിക്കുന്നു എന്നും പറഞ്ഞ് ഓരോ കഠിനമായ പരിശീലനവും ത്യാഗത്തോടെ, സ്നേഹത്തോടെ ബെർണഡിത്ത സ്വീകരിച്ച് ഒരു വാക്കുപോലും നോവിസ് മിസ്സിനെ പഴിക്കാതെ, കുറ്റപ്പെടുത്താതെ അതെല്ലാം കൃപയാക്കി മാറ്റുവാൻ ഈ ബെർണഡിത്തായ്ക്ക് സാധിച്ചുകൊണ്ടിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ 1867 ബെർണഡിത്ത വീണ്ടും മറ്റ് സിസ്റ്റേഴ്സ് കൂടെ ഉണ്ടായിരുന്ന നോവിസസൊക്കെ അവരുടെ എടുത്തപ്പോൾ, ആദ്യ വ്രത വാഗ്ദാനം എടുത്തപ്പോൾ, താൻ രോഗിയായിരുന്ന സമയത്ത് തൻ്റെ ആദ്യ വ്രത വാഗ്ദാനം നടത്തിയതിനാൽ അവൾ തൻ്റെ വ്രതം റിന്യൂ ചെയ്ത് ആ മറ്റ് നോവിസൻസിനോട് കൂടി തന്നെ ഒരു പുതിയ സിസ്റ്ററായിട്ട് ഒരിക്കൽ കൂടി തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ഇപ്രകാരം നോവിഷ്യേറ്റ് കാലം അവർ പൂർത്തിയാക്കിയതിന് ശേഷം സ്ഥലത്തെ മെത്രാൻ അവർക്ക് മദർ ജനറലിലൂടെ പുതിയ നിയമനം നൽകുകയാണ്. ബെർണഡിത്ത നിയമിക്കപ്പെട്ടത് അന്ന് കോൺവെൻറ്റിലെ നേഴ്സായിരുന്ന മാർത്ത ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു അസിസ്റ്റൻ്റ് ആയിട്ടാണ്. രോഗികളെ ശുശ്രൂഷിക്കാനുള്ള ഒരു നേഴ്സായിട്ട് അവൾ നിയമിക്കപ്പെടുകയാണ്. ഇപ്പോൾ നേഴ്സസിൻ്റെ കൂടെ മറ്റ് വലിയ ട്രെയിനിങ് ഒന്നും ഇല്ലെങ്കിലും രോഗികളെ ശുശ്രൂഷിക്കുവാനായിട്ട് ബെർണഡിത്തയും ഒരുങ്ങി പുറപ്പെടുന്നു. ഇപ്രകാരം ആ സിസ്റ്ററിൻ്റെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ അവൾ കണ്ടു പഠിച്ചു. അധികം താമസിയാതെ തന്നെ മാർത്ത ഫോറസ്റ്റ് എന്ന് പറയുന്ന നേഴ്സ് സിസ്റ്റർ രോഗിയായി മാറി, ബെഡ് റിഡനായി. മരണം വരെ പിന്നെ ആ സിസ്റ്ററിന് എഴുന്നേറ്റ് രോഗികളെ ശുശ്രൂഷിക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ആ ഉത്തരവാദിത്വം ബെർണഡിത്ത ഏറ്റെടുക്കുകയാണ്. ബെർണഡിത്ത ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഓരോ രോഗികളെയും അവൾ ശുശ്രൂഷിച്ചപ്പോൾ അവർക്കെല്ലാം വലിയ സന്തോഷമായി. കാരണം വളരെ പക്വതയോടുകൂടി, സ്നേഹത്തോടുകൂടി ഓരോ രോഗികളെയും ബെർണഡിത്ത ശുശ്രൂഷിച്ചു കൊണ്ടേയിരുന്നു. വലിയ ത്യാഗം ചെയ്താണ് ബെർണഡിത്ത ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നത്. രാത്രിയൊക്കെ ഓരോ രോഗികൾക്കും
സിസ്റ്റർമാർക്കൊക്കെ രോഗം മൂർച്ഛിച്ചൊക്കെ ഇൻഫർമറിയിലായിരിക്കുന്ന സമയത്ത് രാത്രി ഉറങ്ങാതെ ഒരുപാട് ദിവസങ്ങൾ നൈറ്റ് ഡ്യൂട്ടിയും ഡേ ഡ്യൂട്ടിയും ചെയ്ത് ബെർണഡീത്ത രോഗികളെ ശുശ്രൂഷിച്ചു. അങ്ങനെ അവർക്കൊക്കെ വലിയ പ്രിയപ്പെട്ടവളായി മാറി. കോൺവെൻറ്റിൽ ഇവരെ നോക്കാൻ വന്ന ഡോക്ടേഴ്സൊക്കെ ബെർണഡീത്തായെക്കുറിച്ച് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുവാൻ തുടങ്ങി. ഇപ്രകാരം എല്ലാവർക്കും സമ്മതിയായ, എല്ലാവരാലും പ്രശംസിക്കപ്പെടുന്ന ഒരു രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു നേഴ്സായിട്ട് ഇവൾ ജോലി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ബെർണഡീത്ത നോവിഷ്യേറ്റ് കാലം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ തൻ്റെ ആദ്യവ്രത വാഗ്ദാനത്തിന് ശേഷം മരിയ ബെർണാഡ് എന്ന പേര് സ്വീകരിച്ചു. പിന്നീട് അവൾ മരിയ ബെർണാഡ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, സിസ്റ്റർ മരിയ ബെർണാഡ് ഒരു നേഴ്സ് സിസ്റ്ററായി വളരെ ഉത്സാഹത്തോടു കൂടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടം. 1870 ഫ്രാൻസ് യുദ്ധത്തിലേർപ്പെട്ടു. ഇപ്രകാരം യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ ആ സമയത്ത് മരിയ ബെർണാഡാണ് അവിടുത്തെ നേഴ്സ് സൂപ്രണ്ടായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഇവരുടെ കോൺവെൻറ്റിൻ്റെ മറ്റ് ശുശ്രൂഷകളൊക്കെ നിർത്തിവയ്ക്കേണ്ടി വന്നു. ഈ ഡിസ്പെൻസറി ഇവർക്ക് ഒരു മിലിറ്ററി ഹോസ്പിറ്റലായി നൽകേണ്ടി വന്നു. ഇവരെ ഈ യുദ്ധത്തിൻ്റെ കാലത്തും അനേക രോഗികളെ സ്നേഹത്തോടു കൂടി ഇവൾ പരിചരിച്ചു പോന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നാൽ 1873 വീണ്ടും മരിയ ബെർണാഡ് വീണ്ടും രോഗിയായി മാറി. സിസ്റ്റർ മരിയ ബെർണാഡ് വലിയ രോഗം മൂർച്ഛിച്ച് വീണ്ടും മരണത്തിൻ്റെ വക്കിലെത്തി. അവൾ വീണ്ടും രോഗീലേപനം സ്വീകരിച്ചു. ഇപ്രകാരം ആ രോഗാവസ്ഥയിൽ അവൾ തുടർന്നുകൊണ്ടേ അങ്ങ് പോയി. 1875 സിസ്റ്റർ മരിയ ബെർണാഡിന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും അവളുടെ അധികാരികൾ അവളെ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറ്റി റെസ്റ്റ് എടുക്കുവാനായി അവളെ നിയമിച്ചു. അവളോട് പറഞ്ഞു, ഇനി ഈ ഒരു ഉത്തരവാദിത്തത്തിൽ നീ തുടർന്ന് മുന്നോട്ട് പോയാൽ നിൻ്റെ ആരോഗ്യം വളരെ മോശമായിക്കൊണ്ടിരിക്കുക, നിനക്ക് ഇതിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അത് അപകടകരമാണ്. അതുകൊണ്ട് ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറി നീ ഇനി റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ അധികാരികൾ അവളെ റെസ്റ്റ് എടുക്കാനായിട്ട് അവളെ നിയോഗിച്ചു. അങ്ങനെ 1875 മുതൽ രോഗാവസ്ഥയിൽ മുന്നോട്ട് പോയി അവൾ ഒരു ബ്രെഡ് റിഡനായി മാറുകയാണ് സിസ്റ്റർ മരിയ ബെർണാഡ്. രോഗിയായി ബെഡ് റിഡനായി കഴിയുന്ന ഈ സിസ്റ്റർ മരിയ ബെർണാഡ് വളരെ വലിയ സഹനത്തിലൂടെ കടന്നു പോവുകയാണ്. വളരെ വേദനിക്കുന്ന ചെസ്റ്റ് പെയിൻ, ചങ്കുവേദനയാൽ അവൾ കഷ്ടപ്പെട്ടു. പലപ്പോഴും അവൾ രക്തം ഛർദ്ദിക്കുമായിരുന്നു. ഇങ്ങനെ താങ്ങാനാവാത്ത വേദന കാരണം അവളുടെ ആസ്മ രോഗം വർദ്ധിച്ചു, മൂർച്ഛിച്ചു, ന്യൂമോണിയ പിടിപെട്ടു. അങ്ങനെ അതോടൊപ്പം തന്നെ അസ്ഥിയിൽ പ്രത്യേകമായൊരു രോഗമുണ്ടായി. അസ്ഥികളൊക്കെ വലിയ വേദനിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നു. മാരകമായ രോഗാവസ്ഥയിലൂടെ ഇവൾ മുന്നോട്ട് പോവുകയാണ്. വലിയ വേദനിക്കുന്ന അവസ്ഥയിലൂടെ മരിയ ബെർണാഡ് മുന്നോട്ട് പോവുകയാണ്. ഈ അവസരത്തിലും പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇവൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ ഈ വേദനയും സഹനങ്ങളൊക്കെ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അവൾ കാഴ്ചവെച്ചുകൊണ്ടിരുന്നു. കാരണം ലൂർദിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ അവളോട് ആവശ്യപ്പെട്ടിരുന്നു, നീ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം, ലോകത്തെമ്പാടുമുള്ള പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നീ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. ഇതവളുടെ മനസ്സിലുണ്ടായിരുന്നു. ഓരോ രോഗവും ഓരോ വേദനയും സന്തോഷത്തോടു കൂടി അവൾ സ്വീകരിച്ച് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെച്ച് അവൾ മുന്നോട്ട് പോയി. പ്രിയമുള്ള സഹോദരങ്ങളെ, 1879 ഏപ്രിൽ മാസം വലിയ ആഴ്ച, അതായത് ഏപ്രിൽ മാസം 6 മുതൽ 13 വരെയുള്ള ആ വലിയ ആഴ്ചയുടെ ദിവസങ്ങൾ, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്ററിൻ്റെയൊക്കെ ദിവസങ്ങളിൽ അവൾ മാരകമായ രോഗത്തിലൂടെ കടന്നു പോവുകയാണ്. വലിയ വേദന,
കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ അനുഭവത്തിലൂടെ അവൾ കടന്നു പോവുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അനുഭവങ്ങൾക്കൊക്കെ ശേഷം 1879 ഏപ്രിൽ മാസം 16 സിസ്റ്റർ ബെർണാഡ് തൻ്റെ കൂടെയുണ്ടായിരുന്ന സഹോദരിമാരോട് പറഞ്ഞു, എന്നെ കട്ടിൽ നിന്നൊന്ന് എഴുന്നേൽപ്പിച്ചിരുത്താമോ? അവരെഴുന്നേൽപ്പിച്ച് ഒരു ആം ചെയറിൽ അവളെ ഇരുത്തി. ഇപ്രകാരം അവൾ ആം ചെയറിൽ ഇരുന്നു കൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ക്രൂശിത രൂപം അവൾ മുറുക്കെ പിടിച്ചു. അവൾ രോഗിയായി ബെഡറിനായി കിടക്കുമ്പോഴൊക്കെ അവളുടെ കയ്യിൽ ഒരു കുരിശുരൂപം അവൾ മുറുക്കെ പിടിച്ചിരുന്നു. ഈ വേദനയെല്ലാം കുരിശുരൂപത്തോട് ചേർന്ന് അവൾ സഹിച്ചിരുന്നു. ഈ കുരിശുരൂപത്തെ അവൾ നോക്കി, എന്തോ അവൾ അതിൽ തറപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ അല്പനേരം കുരിശുരൂപത്തിൽ അങ്ങനെ കണ്ണ് ഉറപ്പിച്ച് നോക്കി നിശബ്ദതയിൽ നിന്നു. അതിനുശേഷം അവൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു, പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ദൈവമാതാവേ, പാപിയായ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ മറിയമേ, ദൈവമാതാവേ, പാപികളുടെ സങ്കേതമേ, പാപിയായ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അവൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. പിന്നീട് അവൾ അല്പം വെള്ളത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു. 1-2 സിപ്പ് വെള്ളം കുടിച്ചതിന് ശേഷം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവളെ തന്നെ മുദ്ര ചെയ്ത് അവൾ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് യാത്രയായി. വലിയ സഹനത്തിലൂടെ വേദനയിലൂടെ കടന്നുപോയപ്പോഴും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അവയെല്ലാം സന്തോഷത്തോടു കൂടി സ്വീകരിച്ച സിസ്റ്റർ മരിയ ബെർണാഡിൻ്റെ ശവശരീരം ഈ ലോകത്ത് അടക്കം ചെയ്യപ്പെട്ടു. പ്രിയമുള്ള സഹോദരങ്ങളെ, വർഷങ്ങൾ കടന്നുപോയി. ഈ സഹോദരിയിലൂടെ വലിയ ഒരു ദൈവീക ഇടപെടൽ ഈ ലോകത്ത് ദൈവം നടത്തുന്നത് ലോകം തിരിച്ചറിഞ്ഞു. അവളുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന അനേകർക്ക് വലിയ ദൈവീക ഇടപെടലുകൾ ലഭിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവളെ ഒരു വിശുദ്ധിയാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ സഭ ആരംഭിച്ചു. 1909 സെപ്റ്റംബർ മാസത്തിൽ അവളുടെ അടക്കം ചെയ്തിരുന്ന ശവശരീരം പുറത്തെടുക്കുവാനായി സഭ പരിശ്രമിച്ചു. പിന്നീട് പ്രിയമുള്ള സഹോദരങ്ങളെ, മരിയ ബെർണാഡിൻ്റെ ശവശരീരം പുറത്തെടുത്തപ്പോൾ ലോകം മുഴുവൻ അത്ഭുതകരമായി നിന്നു പോവുകയാണ്, അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം അവളുടെ ശവശരീരം ഒരു കേടും സംഭവിക്കാതെ, അഴുകാതെ, അവൾ എപ്രകാരം അടക്കം ചെയ്തോ അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കുന്നത് കണ്ട് ലോകം അത്ഭുതപ്പെട്ടു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അവളുടെ തലമുടിക്കോ നഖത്തിനോ അവളുടെ തൊലിക്കോ പോലും ഒരു കുറവ് സംഭവിക്കാതെ അവൾ വളരെ സുന്ദരിയായി എപ്രകാരം അവൾ അടക്കം ചെയ്തോ അതേ അവസ്ഥയിൽ തന്നെ ആ ശവശരീരം കാണപ്പെട്ടത് ഇവൾക്ക് നൽകിയ, ബെർണഡീത്തയ്ക്ക് നൽകിയ വലിയൊരു അംഗീകാരമായി സഭ തിരിച്ചറിഞ്ഞു. അവളുടെ ശവശരീരം വ്യത്യസ്തമായ പരിശോധനകൾക്ക് സഭ വിട്ടുകൊടുത്തു. ഇത് പരിശോധിച്ചപ്പോൾ സഹോദരങ്ങളെ മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്: അവളുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾക്ക് പോലും ഒരു കുഴപ്പവും സംഭവിക്കാതെ അഴുകാതെ ഇരിക്കുന്നുവെന്ന റിസൾട്ട് ഡോക്ടേഴ്സ് നൽകിയുണ്ടായി. മനുഷ്യൻ്റെ ഏറ്റവും പെട്ടെന്ന് തന്നെ അഴുകിപ്പോകുന്നത് ആണല്ലോ കരൾ. എന്നാൽ ഇപ്പോഴും ഇവളുടെ ആന്തരിക അവയവം, കരളൊക്കെ ഒരു കേട് സംഭവിക്കാതെ ഇരിക്കുന്നത് ലോകത്തിന് ദൈവം അത്ഭുതകരമായി ബെർണഡീത്തായിലൂടെ ഇടപെടുന്നതിൻ്റെ ഒരു തെളിവായി ഇന്ന് മാറിയിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നും അഴുകാത്ത വിശുദ്ധ ബെർണഡീത്തായുടെ ശരീരം ഈ കോൺവെന്റിലെ ചാപ്പലിൽ സൂക്ഷിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, പിന്നീട് ബെർണഡീത്തായിലൂടെ നിരവധിയായ ദൈവിക ഇടപെടലുകൾ കണ്ട് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ ഇവളിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ സഭ 1933 ഡിസംബർ മാസം 8-ാം തീയതി 11-ാം പിയൂസ് മാർപ്പാപ്പായിലൂടെ ബെർണഡീത്തയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, ലൂർദിലെ ആ ദരിദ്ര പെൺകുട്ടി, ആ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് പരിശുദ്ധി അമ്മ വിളിച്ച പെൺകുട്ടി
തൻ്റെ കോൺവെൻറ്റിൽ വലിയ സഹനത്തിലൂടെ കടന്നുപോയ പെൺകുട്ടി തൻ്റെ ജീവിതത്തിലെ രോഗങ്ങളും വേദനകളും ദുരിതങ്ങളും ഒക്കെ സന്തോഷത്തോടെ ഏറ്റെടുത്തുകൊണ്ട് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെച്ച് കൃപയാക്കി മാറ്റിയ ആ കൊച്ചു സിസ്റ്റർ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റവും വിശ്വസ്തയോടുകൂടി നിർവഹിച്ചുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടിയും ഡേ ഡ്യൂട്ടിയും ഒക്കെ ത്യാഗ മനോഭാവത്തോടെ ചെയ്ത് തന്നെ ഏൽപ്പിച്ച ഒരു രോഗിക്കും ഒരു കുറവും ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാൽ ആവും വിധം രോഗികളെ ശുശ്രൂഷിച്ച് മരണപ്പെട്ട് സ്വർഗത്തിൽ ഇന്ന് നിത്യമഹത്വം അണിഞ്ഞ വിശുദ്ധ ബെർണഡീത്തായുടെ ജീവിതം നമുക്കൊക്കെ വലിയ മാതൃകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഈ ലോകത്തിന് നിർണായകമായ സന്ദേശങ്ങൾ നൽകുവാൻ തിരഞ്ഞെടുത്ത ഈ വിശുദ്ധയുടെ ജീവിതം നമ്മോട് ഇന്നും സംസാരിക്കുന്നത് ഇപ്രകാരമാണ്: സഹനങ്ങളിൽ തളരരുത്, വേദനകളിൽ പതറരുത്. കാരണം ക്രൈസ്തവൻ്റെ സഹനത്തിന് ഒരു വിലയുണ്ട്. ഈ ലോകത്തെ സഹനങ്ങൾ നിസാരമായി കരുതി അവ യേശുക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് നമ്മൾ സഹിക്കുമ്പോൾ സ്വർഗത്തിൽ നമ്മൾ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള വലിയ നിക്ഷേപം കൂട്ടിവയ്ക്കുകയാണ് എന്ന ഒരു തിരിച്ചറിവും ബെർണഡീത്തായുടെ ജീവിതത്തിൽ നിന്ന് നാം സ്വീകരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ബെർണഡീത്തായോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മളെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സഹനങ്ങളെയും ഏൽപ്പിച്ചു കൊടുക്കാം. ലോകത്തെമ്പാടുമുള്ള പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മുടെ ഓരോ സഹനങ്ങളും കാഴ്ചവെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട്, വിശുദ്ധ ബെർണഡീത്തായോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ